പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചു പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചുകൊണ്ട് അരൂപിൽ നിറഞ്ഞു പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്നായിട്ട് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കൈകാലുകളുടെ വേദനകൾ വിട്ടുപോ ഉയർത്തിക്കേ നന്നായിട്ട് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദുഃഖവും വേദനയും നിരാശയും സമർപ്പിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തേക്ക് അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചിന്തകളെയും സമർപ്പിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാം തകർന്ന ജോബിനെ പോലെ ജോബ് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നഷ്ടങ്ങളെ ഓർത്ത് ഹല്ലേലൂയ, തകർച്ചകളെ ഓർത്ത് ഹല്ലേലൂയ, രോഗങ്ങളെ ഓർത്ത് ഹല്ലേലൂയ, രോഗപീഠകളെ ഓർത്ത് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാൻ നാവിന്റെ കെട്ടുകൾ കഴിയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവായ ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. കണ്ണുകളെ പൂർണ്ണമായി അടയ്ക്കുക. സങ്കീർത്തനങ്ങൾ 107:20 അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി, എല്ലാ വിനാശത്തിൽ നിന്നും അവരെ വിടുവിച്ചു. ദൈവത്തിന്റെ വചനം സൗഖ്യം തരുന്ന വചനം. ദൈവത്തിന്റെ ശക്തി എല്ലാ അന്ധകാരത്തിൽ നിന്നും വിടുതൽ തരുന്ന ശക്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 22-ാം അധ്യായം 29-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ശക്തിയോ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാകാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള വ്യക്തതയില്ല. അനന്ത സ്നേഹമാകുന്ന പിതാവിന്റെ കരുണ നിറഞ്ഞ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച കർത്താവായ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്കിന്നും മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും? അവിടുത്തെ വിശുദ്ധ ലിഖിതം, ദൈവം അരുൾ ചെയ്ത ഓരോ വാക്കുകളും ജീവന്റെ വചനമായി മാറി. ആ വചനമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മളെ രക്ഷിക്കുന്ന യേശുനാഥൻ. ഇരുകരങ്ങൾ നെഞ്ചോട് ചേർത്ത് സങ്കീർത്തനങ്ങൾ 51:17 ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഉരുകിയ മനസ്സോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ നമ്മുടെ സകല വേദനകളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കും. നമ്മുടെ നെഞ്ചിലെറിയുന്ന എല്ലാ നൊമ്പരങ്ങളെയും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. രോഗത്തെയും രോഗപീഠകളെയും, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പലവിധ കഷ്ടതകൾ, നമ്മെ തളർത്തുന്ന ജീവിത പ്രശ്നങ്ങളെല്ലാം ഈ നിമിഷം സമർപ്പിക്കുക. പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. നമ്മെ തളർത്തുന്ന ഓർമ്മകൾ, കഴിഞ്ഞു പോയ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തളർത്തിയ ഓർമ്മകൾ, ആരൊക്കെയാണോ നമ്മുടെ ജീവിതത്തെ തളർത്തിയത്, ആരൊക്കെയാണോ നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിയത്, അവരെയൊക്കെ ഈ നിമിഷം ഈശോയിലേക്ക് സമർപ്പിക്കുക.
വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തില് 11-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ പറയുന്നു, നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും നിനക്ക് ലഭിക്കും. നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ നീ ആദ്യം ക്ഷമിക്കുക. അപ്പോൾ സ്വർഗത്തിലുള്ള നിന്റെ പിതാവ് നിന്റെ തെറ്റുകൾ ക്ഷമിക്കും. ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മുടെ തെറ്റുകളെല്ലാം ക്ഷമിക്കും. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ സകല പാപങ്ങൾ അവിടെ നിന്ന് പുറക്കും.